വന്നല്ലോ, അർത്തുങ്കൽ പള്ളിയില് പെരുന്നാള് വന്നല്ലോ. ഒരു നല്ല കോരുതാ കടലമ്മേ, ഒരു നല്ല കോരുതാ കടലമ്മേ. ഇതൊന്നും എടുത്ത് കാണിക്കണത് പെണ്ണിട്ടില്ല. ഒരു ഷോട്ട് ഞാൻ എടുക്കാം. ഇതെവിടെയാണെന്ന് അറിയാമോ? ചേർത്തല അർത്തുങ്കൽ പള്ളി എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ ഫേമസ് ആയിട്ടൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ ബാക്കിലാണ് നമ്മളിവിടെ. നിങ്ങൾ ചെമ്മീനൊക്കെ കണ്ടിരിക്കുന്നു തോന്നുന്നു. അത് മുഴുവനും കടപ്പുറത്തായിരുന്നല്ലോ. അതുപോലെ ഇതും മിക്കവാറും കടപ്പുറമാണ്. കടപ്പുറത്തുള്ള ഇത് ഞങ്ങളുടെ വീടാണ്. അപ്പുറത്ത് വേറൊരു വീട്. ഇങ്ങനെ രണ്ട് ഫാമിലി തമ്മിലുള്ള ഒരു കഥയാണ്. ഇത് ലാൽ ക്രിയേഷൻസ്, അദ്ദേഹത്തിൻ്റെ പടമാണ്. മിസ്റ്റർ ലാലിൻ്റെ പടമാണിത്. ലാൽ ജോസാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഞങ്ങളൊക്കെ ദിലീപാണ് ഇതിൻ്റെ നായകൻ. പിന്നെ ഞങ്ങളെല്ലാവരും ഉണ്ട്. കുറച്ച് ചെറിയ വേഷങ്ങളാണെങ്കിലും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തായിരുന്നാലും ഇതുവരെ നിങ്ങൾ വന്നല്ലോ. മുമ്പൊക്കെ സ്റ്റുഡിയോയുടെ അകത്തായിരുന്നു ഷൂട്ടിംഗ് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാം ഔട്ട്ഡോറാണ്. എല്ലാ പടവും മിക്കവാറും 1-2 പടങ്ങൾ വല്ല പാട്ടോ എന്തെങ്കിലും എടുക്കുന്നെങ്കിലേ ഉള്ളൂ ഇൻഡോറിൽ സെറ്റിട്ട് എടുക്കുന്നത്. ഇതുപോലെ ഔട്ട്ഡോർ ആകുമ്പം നല്ല സീനറീസ് ഉണ്ട്. പിന്നെ കുറച്ചുകൂടെ ഫ്രീ ആണ് എടുക്കാനും. പിന്നെ ലൈറ്റിങ്, അതായത് എല്ലാത്തിനും നാച്ചുറലായിട്ടുള്ള പല സംഭവങ്ങളും ഇതിൽ എടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് മുഴുവൻ ഔട്ട്ഡോറാണ്. അതും നല്ല വെയിൽ, വറുത്തെടുക്കണ വെയിൽ. ഞാൻ നേരത്തെ കൊട്ടാരക്കര ചേട്ടനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഇപ്പോഴും കൊട്ടാരക്കര ചേട്ടനെ കണ്ടാൽ എനിക്ക് പേടി തന്നെയാണ്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കൊട്ടാരക്കര ചേട്ടൻ്റെ മകൻ്റെ കൂടെ അഭിനയിച്ചു, സായി കുമാർ. അത് കഴിഞ്ഞിട്ട് സായി കുമാറിൻ്റെ സിസ്റ്റർ, അതായത് കൊട്ടാരക്കര ചേട്ടൻ്റെ മകൾ, അവരുടെ കൂടെ എനിക്ക് അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. ബിക്കോസ് ദ ഫാമിലി, മിസ്സസിനെയും നല്ലവണ്ണം എനിക്കറിയാം. സായിയുടെ കൂടെ അഭിനയിച്ചത്, സായി കുറച്ചുകൂടെ കൊച്ചു പയ്യനല്ലേ, അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കാണാം. ഇത് സായിയുടെ മൂത്ത സിസ്റ്ററാണ് അല്ലേ, ശോഭ. ഇപ്പോൾ ശോഭയെ പരിചയപ്പെടാം. ശോഭ ചേട്ടനെ അറിയാം, എനിക്ക് നല്ലവണ്ണം അറിയാം. ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്, സായി കുമാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ശോഭയുടെ കൂടെ അഭിനയിക്കുന്നു. ശോഭയ്ക്ക് അച്ഛനെ പറ്റി എന്തെങ്കിലും ഒരു നല്ല ഓർമ്മ അല്ലേ? എങ്ങനെ ശോഭ എങ്ങനെ പിന്നെ നാടകത്തിലായിരുന്നോ ആദ്യം അഭിനയിച്ചത്? നാടകത്തിൽ അഭിനയിച്ചു. ആദ്യം ബലൂൺ ഫിലിമിൽ, ആദ്യം സിനിമയിൽ. അത് കഴിഞ്ഞാൽ ഒരെണ്ണം ചെയ്തോളൂ, ഹീറോയിനായിട്ട് മുകേഷ്, ഞാൻ. അതെ, മുകേഷിൻ്റെ കൂടെ അങ്ങനെ ചെയ്തു. അപ്പോൾ അത് നമ്മുടെ നാനാ പ്രൊഡക്ഷനുമായിരുന്നു. ഇവിടെ കൊട്ടാരക്കര കൊല്ലമായിരുന്നു പരിസരമായിരുന്നു. അങ്ങനെ ഒരു സൗകര്യം എത്തുകൊണ്ട് എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായത് അതിൽ ചെയ്തു. പിന്നെ നാടകത്തിൽ പിന്നെ തുടർന്ന് പോയില്ല.
സിനിമയ്ക്ക് പോയില്ല, പക്ഷെ നാടകത്തിൽ അഭിനയിച്ചു. അപ്പോഴേ നാടകത്തിലിങ്ങനെ അത് 3 മാസമേ അഭിനയിച്ചുള്ളൂ. അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ചേട്ടൻ KPSC ആർട്ടിസ്റ്റ് ആയിരുന്നു. ശരി. അപ്പോൾ ഞാൻ നാടകത്തിൽ പോയപ്പോൾ അങ്ങനെ ഒരു എൻഗേജ്മെൻ്റ് ആയി. ലവ് മാരേജ് അല്ല, അറേഞ്ച്മെൻറ്റ്. എന്നാലും അങ്ങനെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പം പിന്നെ നാടകം സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇപ്പോഴാണ് പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം നമ്മൾ സ്വന്തമായിട്ട് ട്രൂപ്പ് തുടങ്ങി. അങ്ങനെ ഒരു 2 വർഷം അഭിനയിച്ചു. പിന്നെ മോനെ പ്രഗ്നൻ്റ് ഒക്കെ ആയപ്പം അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഗീതായിൽ 1 വർഷം പോയി, ഗൾഫ് പ്രോഗ്രാം വേണ്ടി. അപ്പോൾ ചേട്ടനുണ്ടായിരുന്നോ അഭിനയിക്കുമ്പോഴൊക്കെ? അച്ഛനുണ്ട്. ഞാൻ എൻ്റെ കല്യാണം ട്രൂപ്പ് തുടങ്ങി, ആദ്യത്തെ 1 വർഷം ട്രൂപ്പ് തുടങ്ങി ഞങ്ങൾ കളിച്ചു. അപ്പോഴാണ് മോനെ പ്രഗ്നൻ്റായി, എനിക്കപ്പോൾ അഭിനയിക്കാൻ പോകാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അതൊന്ന് സ്റ്റോപ്പ് ചെയ്തു. ശരി. വീണ്ടും അത് പിക്കപ്പ് ചെയ്ത് എടുത്തിട്ട് അപ്പോൾ അച്ഛനും കൂടെ നാടകത്തിൽ അഭിനയിച്ചില്ല, അഭിനയിക്കാമെന്ന് എഗ്രിമെൻ്റായി. അച്ഛന് വേണ്ടി സ്റ്റോറിയൊക്കെ എഴുതി. ശരി. കറക്റ്റ് എൻ്റെ സ്റ്റോറിയൊക്കെ അച്ഛൻ വീട്ടിൽ വന്ന് വായിച്ചു. ഒക്കെ കഴിഞ്ഞ് പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ്റെ മരണം. അങ്ങനെ നമ്മൾ ആ ട്രൂപ്പും കൊണ്ടുപോകാൻ നമുക്കൊരു മാനസികാവസ്ഥ ഉണ്ടായില്ല. പിന്നെ ബുക്ക് ചെയ്ത കുറച്ച് നാടകം കളിച്ചു നിർത്തി എന്നല്ലാതെ പിന്നെ തുടർന്ന് കൊണ്ടുപോയി. അപ്പോൾ ആ വേഷം വേറെ ആരെങ്കിലും ചെയ്തു? അച്ഛൻ്റെ ക്യാരക്ടർ അതിനകത്തുനിന്ന് പോയി. അത് സായി ചേട്ടൻ്റെ ഒരു നാടകം ഉണ്ട്, വേലിത്തമ്പി തിളവ. സായി അല്ലേ അഭിനയിച്ചത്? ഇല്ലേ? സ്വാതി തിരുനാൾ ചെയ്തിട്ടില്ല. അച്ഛൻ ചെയ്തിട്ടില്ല, പക്ഷെ ഒരു രാജാ പാർട്ട് സായി ചെയ്തു. ഞാൻ ആ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല നല്ലതായിരുന്നു. അത് കഴിഞ്ഞിട്ട് സീരിയലിൽ അഭിനയിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ ട്രൂപ്പ് അപ്പം ഞാൻ ഗീതയിൽ പോയി, ചങ്ങനാശ്ശേരി ഗീത ഗൾഫ് പ്രോഗ്രാം. അങ്ങനെ ഞാനും ഹസ്ബൻഡ് ഞങ്ങൾ ഒന്നിച്ചാണ് പോയി. അങ്ങനെ 1 വർഷം പോയി. അച്ഛന് ഇഷ്ടമായിരുന്നോ നാടകത്തിലും ഇതിലൊക്കെ അഭിനയിക്കുന്നത്? അച്ഛന് ഇഷ്ടക്കേടൊന്നുമില്ല, പക്ഷെ നമ്മളെ ആരും കമ്പൽ ചെയ്തിട്ടൊന്നുമില്ല. നമുക്കത് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ എതിർത്തിട്ടുമില്ല. അങ്ങനെ ഇഷ്ടമായിരുന്നു. അങ്ങനെ പിന്നെ നമ്മുടെ കൂടി വരാനും അമ്മ അങ്ങനെ ഒരു ഇതല്ലല്ലോ. ശരി. അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു. ഇതുപോലെ ഷൂട്ടിങ് സർവ്വസാധാരണമല്ല. നമ്മൾ കുറേ മദ്രാസിലും. അതെ അതെ അതെ, കൂടുതലും മദ്രാസിലായിരുന്നു. ഇപ്പോഴാണല്ലോ ഔട്ട്ഡോർ. ഞങ്ങൾ പിന്നെ പറഞ്ഞ 5-6 പെൺപിള്ളേരല്ലേ, പ്രത്യേകിച്ച് വരാനും അമ്മയ്ക്ക് അങ്ങനെ കൂടെ വരാനുള്ള സാഹചര്യമല്ലല്ലോ. പിന്നെ അങ്ങനെയൊക്കെ കൊണ്ട് അങ്ങ് നിർത്തിയത്. എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നതിനകത്തുനിന്ന് ബലൂൺ അഭിനയിച്ചു. അത് പക്ഷെ അവിടെ തന്നെ ആയിരുന്നല്ലോ. ഞാനിയുടെ പ്രൊഡക്ഷൻ ആയിരുന്നു, കൊല്ലത്തായിരുന്നു അതിൻ്റെ ലൊക്കേഷൻ. അതുകൊണ്ട് അതൊന്നും ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. ഇപ്പോഴും അച്ഛൻ്റെ പടങ്ങളൊക്കെ കാണാറുണ്ടോ? തീർച്ചയായിട്ടും കിട്ടുന്ന അവസരം. പണ്ട് എല്ലാം കാണുമായിരുന്നു. ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഫാമിലി ലൈഫ് വന്ന് പിന്നെ ചിലതൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്.